കോളിഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് ഗോബി മഞ്ചൂരിയൻ വീട്ടിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ചൂട് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഗീ റൈസിനും ഒക്കെ ബെസ്റ്റ് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവുക. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസായിട്ട് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം 1-2 തവണ ഒന്നും കഴുകിയും കൂടി എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് വലിപ്പം കൂടുകയും വേണ്ട, എന്നാൽ തീരെ അങ്ങോട്ട് പൊടിയാവേം വേണ്ട. ഈ ഒരു രീതിയിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നികത്ത ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ ആ ഉപ്പോട് കൂടി തന്നെ നന്നായിട്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചത്തു പൊക്കോളും. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടും നമ്മളിങ്ങനെ കാശ്മീരി റെഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഫുഡ് കളർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്നിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഇതിനകത്ത് നന്നായിട്ട് ഒന്നും കൂടി കോട്ടായി വരില്ല, ആകെ അങ്ങ് ലൂസ് പോലെ ഇരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കി കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവത്തിൽ നല്ല കട്ടിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മുഴുവൻ മൈദയുടെയും കോൺഫ്ലവറിന്റെ മിക്സുമായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ ലൂസ് ഒന്നും ഇല്ലാതെ നല്ല കട്ടിയായിട്ട് തന്നെ കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ തന്നെ സമയമൊന്നും കളയാതെ നമുക്ക് നേരെ തന്നെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ ഓയിൽ എടുക്കാൻ നേരത്തെ റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാനായിട്ട്. അതും മണമൊന്നും ഇല്ലാത്ത റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ വെളിച്ചെണ്ണ, പാം ഓയിൽ അങ്ങനെയൊന്നും തന്നെ എടുക്കരുതേ. ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ കോളിഫ്ലവർ ഓരോന്നും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇതേപോലെ 2 വശം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങടെ കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങടെ ആയിട്ട് വന്നോളും. 2 വശം കളറൊക്കെ മാറി നല്ലോണം തന്നെ ഒരു ഗോൾഡൻ കളറായി വന്നപ്പോൾ നമ്മളിവിടെ എടുത്ത് മാറ്റുവാണ്. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ആദ്യമേ ഒന്നുകൂടെ മിക്സ് ആക്കി വെക്കാം കേട്ടോ. നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയനും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ റെഡിയാക്കാൻ നേരത്ത് കുക്കിങ്ങിനല്ല കേട്ടോ ഒരുപാട് സമയം വേണ്ടി വരുന്നത്. മറിച്ച് എല്ലാ സാധനങ്ങളും ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് അടുത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടായി കഴിഞ്ഞപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം പൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒന്ന് പച്ചമണം മാറി വന്നാൽ മാത്രം മതി, ചൂട് കയറി വന്നാൽ മാത്രം മതി. ഒരു ചെറിയൊരു ക്യാപ്സിക്കം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ചൂട് കയറി വരുമ്പോൾ ഇതിനകത്തേക്ക് സോസുകളൊക്കെയും ചേർത്ത് കൊടുക്കാം. സോസായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കയ്യിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സവാളയുടെ കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്താലും മതിയാവും. ഈ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
നന്നായിട്ട് ഒന്നുകൂടെ തിളച്ച് ശരിക്കും ഇതേപോലെ ഒന്നുകൂടെ യോജിച്ച് വന്നതിന് ശേഷം വേണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നല്ല ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റും കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മിസ് ചെയ്യാതെ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് തണുത്ത് പോവാതെ ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.